വീശി തരാൻ ഇനി പറയണോ? എന്റെ ഫോൺ ഒന്ന് എടുത്തേ. നമ്മുടെ ആപ്പിളിന്റെ കവറിട്ട ഫോൺ മതിയോ? അത് മതി, അത് മതിയോ? അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന്. നന്നായിരുന്നു. ഇന്നത്തെ നിന്റെ സീൻ അഭിനയം ഉണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു. നീ ആ മരണ വീട്ടിലിരുന്ന് അറിയണ സാധനം അത് കിടക്കുമായിരുന്നു. കരഞ്ഞതല്ലേ ഇത്? ഞാൻ ചിരിച്ച് അത്തുപോയി. ഞാൻ കരഞ്ഞല്ലേ ഞാൻ അഭിനയിച്ച, പിന്നെ എങ്ങനെ ചിരിക്കുന്നേ? എടി എനിക്ക് നിന്നെ കാണുമ്പോ ചിരി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിച്ചതാ. ഞാൻ നന്നായിട്ടല്ലായിരുന്നു അഭിനയിച്ചത്. അതിനല്ല, നിന്റെ ഹാങ് ഓവറൊക്കെ മാറിയാ. ഇനി ആ നടി അങ്ങ് വിട്ടിട്ട് എന്റെ ഭാര്യയാകും കേട്ടോ. ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ നടക്കണം വെച്ച് നീ എന്നെ മുതലെടുക്കുന്നുണ്ട്. ഇടക്ക് നീ കണ്ണു പിടിച്ചൊക്കെ എന്നെ നോക്കും ആൾക്കാരുടെ മുമ്പ് വെച്ച്. അത് ചേട്ടാ, എന്റെ പിള്ളേരെ തന്തയല്ലേ നിങ്ങള്. ഞാൻ ആ പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ കാര്യത്തിലും നിന്നോട് വരികയും വേണം, ഞാൻ പിന്നെ എല്ലാം കേൾക്കുകയും വേണം. എന്തൊരു കഷ്ടമാണിത്. അല്ല, നിങ്ങൾ എന്താ ഇപ്പൊ ഈ പണിക്ക് പോകത്തെ? ഈ ഒരു സീരിയൽ സിനിമ ആളിയുടെ ഭർത്താവ് പണിക്ക് പോകരുത്. തെങ്ങിനെ മണ്ടരിക്ക് വളമടിച്ചോണ്ടിരുന്ന മനുഷ്യനല്ലേ നിങ്ങള്? എന്താ നിങ്ങൾ മണ്ടരിക്ക് വളമടിക്കാൻ പോകാത്തെ? എന്റെ പൊന്നിയേട്ട, എനിക്ക് കിട്ടുന്ന 500-600 രൂപ കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയ വീടൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞത്? വലിയ വീട്ടിൽ വേണം നടി താമസിക്കാണെന്ന്. ഇതിന് എത്ര രൂപ വാടക കൊടുക്കണം? അതിനൊപ്പം പിള്ളേർക്ക് മുന്തിയ സ്കൂളിൽ കൊണ്ട് വിട്ടേക്കോ പിള്ളേരെ, അവരുടെ ഫീസ് കൊടുക്കണം. നിങ്ങളുടെ അമ്മയുടെ പിണ്ടതയിലും മേടിക്കാനുള്ള പൈസ വരെ ഞാൻ ഉണ്ടാക്കണ്ടേ? ഈ അഭിനയിച്ച് വേണ്ട ഞാൻ ഉണ്ടാക്കാനേ. ചാട ഒട്ടും പുറത്ത് കാണിക്കരുത്. പുറത്ത് കാണിക്കരുത്, അകത്ത് കാണണം. അകത്ത് കാണണം. ഒന്നിൽ ഉറച്ച് നിൽക്കണം കേട്ടോ. നിങ്ങൾ അകത്ത് കാണണം, നമ്മൾ പുറത്തും കാണിക്കണം. ചാട കാണിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു. കഴിക്കാൻ വല്ലതും ഉണ്ടോ അകത്ത്? പിന്നെ എന്തുണ്ട്? ബനാന റൈസ് ഉണ്ട്. ബനാന റൈസ്, പഴഞ്ചോറ്. ദൈവമേ, ഇന്നും പഴഞ്ചോറ്. എന്റെ വയറ് കേടാവത്തേ ഉള്ളു. എന്നാണോ ഇച്ചിരി നല്ല ചോറും ബിരിയാണിയൊക്കെ തിന്നുന്നത്. വർക്ക് വരട്ടെ. വർക്ക് വരട്ടെ. നീ ലൊക്കേഷൻ വെച്ചിട്ട് ജാടയിടണുണ്ടല്ലോ അവരോട്. കൺട്രോളർ നീ എന്തോ എന്തോ അതെന്താന്നറിയാട്ടാ, നടന്മാരും നടിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. അവിടത്തെ കക്കൂസൊക്കെ ഉള്ള വണ്ടിയാ. ഒരു വലിയ വണ്ടി, ഭയങ്കര തണുപ്പാ അതിനകത്ത്. അതിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിലയാന്ന് എല്ലാരും പറഞ്ഞു. കക്കൂസിലല്ല, ആ വണ്ടിക്കകത്ത് കയറിയിരുന്ന. പിന്നെ മറ്റേ ടീ തരുന്ന ആളില്ലേ, പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തോത്തിലാ വന്നേന്ന്? ഒട്ടും കുറച്ചില്ലേട്ടാ. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ BMW വന്നേന്ന്. ആണല്ലേ? എന്നോട് ചോദിച്ചവര് എന്ത് എന്ന് മുതലായി BMW 3 വീലുള്ളതെന്ന്. കഞ്ഞി കുടിച്ച് ചേട്ടാ ഈ ദാരിദ്ര്യം. കഞ്ഞി കുടിക്കും. അയ്യോ, അലക്കി വെച്ചേക്കോ കഞ്ഞി. ഹലോ, അതെ, പുഷ്പവല്ലിയുടെ ഹസ്ബൻഡാണ്. പുഴുപ്പല്ലി അല്ല, പുഷ്പവല്ലി. അതെ. ആണോ? എന്നത്തേക്കാണത്? ഇല്ല, ഞങ്ങളിപ്പോ പെർ ഡേ വാങ്ങുന്നത് 1 ലക്ഷമാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഒരു 1000 രൂപ കുറച്ച് തരാം, അത് കുഴപ്പമില്ല കേട്ടോ. മൊത്തം 1000 രൂപ തരുവുള്ളൂ. ഒരു 80 രൂപ ഓട്ടോറിക്ഷ കാശും കൂടെ അടിച്ചു. ഓക്കെ. നടി പുഷ്പവല്ലിയുടെ വീടല്ലേ? അതെ. ഹസ്ബൻഡാണ്, മാനേജറാണ്. കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും, വെള്ളം കൊടുക്കും, വീശി കൊടുക്കും. ഞാൻ കറി വെച്ചാൽ കറിയാ. ഞാനും കറി വെച്ചാൽ കറിയാ. എല്ലാരും നല്ല അഭിപ്രായമാണ് കറിക്ക്. അതല്ല പറഞ്ഞത്, എന്റെ പേരാണ് പറഞ്ഞത്. ഞാൻ കറി വെച്ചാൽ കറിയാ. ഞാൻ വന്നത് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റിൽ മാഡം ഉണ്ട്. പ്രൊഡ്യൂസറാണ്. അതെ, ഞാൻ പ്രൊഡ്യൂസർ. അപ്പം മാഡത്തിനെ എനിക്കൊന്ന് പരിചയപ്പെടണം. മാഡത്തിന്റെ വലിയ ആരാധകരാണ്. പുഷ്പവല്ലി നീ വന്നേ, എന്നെ കാണാൻ. സമ്മതിക്കത്തില്ല. ഇച്ചിരി ചോറെടുത്ത് വായിക്കാത്ത വിളിച്ചോണ്ടിരിക്കുക. വേണമെങ്കിൽ വന്ന് പഠിച്ചിട്ട് തിന്നെ. എന്താണ് പൊതിച്ചോറല്ല, മേക്കപ്പ് ഇട്ടുണ്ട്. ആരാത്? ഈ വീട്ടിലെ സെർവന്റ് ആണ്. എന്റെ ദൈവം, ഒരു സെലിബ്രിറ്റി ഒക്കെ ഉള്ള ഒരു വീടല്ലേ? നല്ല വീറും വൃത്തിയൊക്കെ ഉള്ള ഒരാളെ വേലക്ക് നിർത്തണ്ടേ? എന്തായത്? അതാണ്. അപ്പം ഞാൻ വന്നത്, എനിക്ക് മാഡത്തിന്റെ ഒരു ഡേറ്റ് വേണം. മാഡത്തിനെ വെച്ചൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ? റൂൾസ് നമ്മൾ സാധാരണ പെർ ഡേ 1 ലക്ഷം ആണ് വാങ്ങുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ വിട്ടുവീഴ്ചകളും 10,000 രൂപ കുറച്ച് കൊടുക്കും. ഒന്നും ചെയ്യണ്ട, ഞാൻ 1 ലക്ഷം രൂപ തന്നേക്കാം. 1 മണിക്കൂർ ഷൂട്ട് 1 ലക്ഷം രൂപ. എന്നാ പറ്റിയ? എന്നാ ആണോ? 1 ലക്ഷം രൂപ 1 മണിക്കൂർ. 1 മണിക്കൂർ അഭിനയിച്ചാൽ മതി. 1 ലക്ഷം രൂപ തരാവുന്നേ. പുഷ്പവല്ലി നീ ഹലോ, ആന്റണി പെരുമാർ ചേട്ടനാണോ? എന്താ ഏട്ടാ, ടോവിനൊക്കെ ഡേറ്റ് ഉണ്ടോന്നോ? അതിന് എനിക്കെന്ത്
ടോവിനോക്ക് ഡേറ്റ് ആണ്, പൃഥ്വിരാജിന്റെ ഡേറ്റ് ആണ്, പക്ഷെ പുഷ്പവല്ലിക്ക് ഡേറ്റ് ഇല്ല കേട്ടോ. എത്ര? 1 CR? 1 CR നടക്കത്തില്ല. 1 CR നടക്കത്തില്ല. ടിവിയുടെ റിമോട്ട് ഫോണല്ല. നൈസായിട്ട് പറഞ്ഞു. ഞാൻ മാഡത്തിന്റെ വലിയൊരു ആരാധകനാണ്. ഓ, nice to meet you. എന്തിപ്പോ ഇങ്ങോട്ട് വന്നത്? വെറുതെ വഴി പോയപ്പോ കേറിയതായിരിക്കും അല്ലേ? അല്ല, എന്റെ പുതിയൊരു പ്രോജക്റ്റിൽ മാഡമാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നത്? ഇല്ല, മാഡം തന്നെയാണ്. ഞാൻ ഹസ്ബൻഡിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ മുൻകരുതലായിട്ട് നിൽക്കുക. ആണോ? മാഡം 1 മണിക്കൂർ 1 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കരുത്തിട്ടുട്ടി നിൽക്കുക. അല്ല, പുഷ്പവല്ലി എന്തായാലും 1 CR കിട്ടത്തില്ല. പാവപ്പെട്ടവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂ. എന്തിനാ അയാളെ പറ്റിക്കുന്നേ? 1 ലക്ഷം രൂപയൊക്കെ തരുന്നു. ഈ പഴങ്കഞ്ഞിൽ നിന്ന് റിമൂവ് ആകാൻ ഈ എഗ്രിമെന്റിൽ ഒന്ന് മാഡം സൈൻ ചെയ്യാം. എത്ര വേണേലും ഞാൻ സൈൻ ചെയ്യാം. പൈസ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡിന്റെ കയ്യിൽ തന്നെ. അയ്യോ, 50,000 രൂപ അഡ്വാൻസ്. അയ്യോ, എന്റെ പൊന്നച്ച. ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും എംബോസിഷൻ കൊടുത്തിട്ടുണ്ടായി? അവിടെ വേറെ ആരും ഇടാൻ പാടില്ല. അതെ, ആർക്കും അനുകരിക്കാൻ പറ്റാത്തൊരു നടിയാ ഞാൻ. മതി. ആദ്യമായിട്ടായിട്ട് ഇങ്ങനൊക്കെ. താങ്ക് യു. അപ്പം എന്താ ഞാൻ ചെയ്യണ്ടേ? എവിടെ ലൊക്കേഷൻ? ലൊക്കേഷനൊക്കെ ഇതൊക്കെ തന്നെ മതി. ചേട്ടാ, ഉള്ള കാര്യം പറയാലോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. അല്ല, ബാമം പുരട്ടിയാ മതിയല്ലോ. അമ്മയ്ക്കല്ലത്. എന്നെ ഇതുവരെ ഒരു പെൺകൊച്ചു പോലും സ്നേഹിച്ചിട്ടില്ല. അയ്യോ, പാവല്ലേ. അതുകൊണ്ട് മാഡം 1 മണിക്കൂർ എന്റെ കാമുകിയായിട്ട് ഒന്ന് അഭിനയിക്കണം. കാമുകിയായിട്ട് അഭിനയിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. തൊടാനും പിടിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. 1 ലക്ഷം രൂപ കിട്ടണാണോ? 50,000 അഡ്വാൻസ് കിട്ടി. അഭിനയാണോ നിന്റെ ജോലി? അതെ. പിന്നെന്താ തൊട്ടാലും പിടിച്ചാലും? എനിക്ക് അങ്ങനൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ വരണം. ആർട്ടിസ്റ്റ് ആണോ? ഹസ്ബൻഡ്. കുഴപ്പമില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണം. ചോദിക്കട്ടെ, തലക്ക് വല്ല ഓളം ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അല്ല, ആഗ്രഹം, എന്റെ ഒരു ആഗ്രഹം. ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്തൊരു ഭാഗ്യം കിട്ടുന്ന ഒരു ആഗ്രഹം. അതെ, അതുകൊണ്ട് ഓക്കെ മാഡം. റൊമാൻസ് എങ്ങനെ വരുന്നേ? അതൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്കറിയാമോ? ഒരു നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുഞ്ഞുമി നിലാക്കുളിൽ ഒന്നു ചേരും നേരമായി പനിനീരിൽ നനഞ്ഞ രാത്രിയെ പുലരിയിൽ ഓക്കെ, അടിപൊളി. 30,000-നായി. 30,000 അതെയാ? ഓക്കെ, അടിപൊളി. പുഷ്പവല്ലി നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാനും ഉണ്ട്. അഭിനയിക്കോ ചേട്ടാ? എന്താ ഏട്ടൻ മിണ്ടായിരിക്കുന്നേ? ഞാൻ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കുമായിരുന്നു. പുഷ്പവല്ലിന്ന് അല്ല, ചേട്ടന് എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ എന്നാ മോളെ മുത്തേന്ന് വിളിച്ചോട്ടെ. എന്താ ഇപ്പൊ വിളിച്ചേ? മുത്തേന്ന്. ഒന്നൂടെ വിളിച്ചേ. മുത്തേ. അയ്യോ, എന്റെ ദൈവമേ, ഇന്ന് വരെ ആരും എന്നെ മുത്തേന്ന് വിളിച്ചിട്ടില്ല. ആണോ? ചേട്ടൻ മാത്രം എന്നെ മുത്തേന്ന് വിളിച്ചിട്ടുള്ളൂ. എന്നാ മുത്തേ. അണ്ണാക്കിലാണ് എക്കോ സിസ്റ്റം വെച്ചിരിക്കണ. അത്ര ഒന്നും വേണ്ട. 1 ലക്ഷം രൂപ ആയി. ഭാവിയിൽ എത്ര കുട്ടികൾ വേണമെന്നാ എന്റെ മുത്തിന്റെ ആഗ്രഹം. ഞാൻ പറയട്ടെ? പറയട്ടെ? എനിക്ക് 3 കുട്ടികൾ വേണം. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് 3ാമത്തെ കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോ നീ എന്നാ പറഞ്ഞത്? പെറ്റി കൂട്ടാൻ ഞാൻ പ്രിന്റർ മെഷീൻ അല്ലെന്ന്. ചേട്ടൻ ചുമ്മാ ഇരിക്കണം. നിങ്ങൾ ഇടയ്ക്ക് കയറി വരരുത്. ഞാൻ ഇതുകൊണ്ട് നിർത്തും. 50,000 രൂപ കിട്ടത്തുള്ളൂ. ഇതുകൊണ്ട് ഞാൻ നിർത്തും. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. എന്താ ചോദിക്കേ? എന്റെ മുത്തിന് ഭാവിയിലെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന ആഗ്രഹം? എന്റെ ചേട്ടാ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ജോലി ചെയ്തു തരുന്ന ഒരു നല്ല ഭർത്താവായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. ഇതുപോലെ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് എപ്പോഴും നടക്കണം. അങ്ങനെ ഞാൻ മണ്ടരയ്ക്ക് മരുന്നടിക്കാൻ പൊക്കോളാം. വേണ്ട, ഇനി പഠിക്കണ്ട. അങ്ങനെ ഒരു ഭർത്താവിനെയായിരുന്നു എനിക്ക് വേണ്ടത്. ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ആരും മോളേന്നോ മുത്തേന്നോ അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല ഏട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്തായാലും ചേട്ടൻ്റെ കൂടെ വരും. നിങ്ങൾ ഇന്ന് വരെ എന്നെ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ? ഞാൻ മോളേന്ന് വിളിക്കാം. എന്നെ മുത്തേന്ന് വിളിച്ചിട്ടുണ്ടോ? മുത്തേന്ന് വിളിക്കണ്ട, മോളേന്ന് വിളിക്കണ്ട. എനിക്ക് നിങ്ങളെ വേണ്ട. ഞാൻ എന്റെ ചേട്ടൻ്റെ കൂടെ പോവാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പോവും. ഒന്ന് മാറി നിന്ന് കൊടുക്കുന്നേ. ഞാൻ പോയി എന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഓടി വരാം. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമുക്ക് എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ നീ ഇവിടെ നിൽക്കില്ല, നീ പോവാണോ? ഞാൻ പോവാ.
ഞാൻ എന്റെ പാക്ക് ചെയ്യ്, പാക്ക് ചെയ്യ്, പാക്ക് ചെയ്യ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നാ? അവക്കാ ബോധം വിവരമില്ല. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് അവളെ കൊണ്ട് പോകുവാണോ പ്രേമം? എന്റെ പൊന്നാടാ മുത്തേ പൊന്നേന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. 1 ലക്ഷം രൂപ കൊടുത്തപ്പോ താണ്ട് ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വന്നതാണ്ടോ, ഇത്രയൊക്കെ ഉള്ളു. അത്രയൊക്കെ ഉള്ളൂ. നീ തീരുമാനിക്കണം. ഇവിടുന്ന് എന്തായാലും ഞാൻ വിടത്തില്ല. അവൾ എന്റെ ഭാര്യയാണ്, എന്റെ 2 മക്കളുടെ അമ്മയാണ്, ഈ വീടിന്റെ നാഥയാണ്, എല്ലാമാണ്. ചേട്ടാ കിട്ടിയ തുണിയെല്ലാം വാരി കൂട്ടിയിട്ടുണ്ട്, നമുക്ക് പോവാം. ഈ പുള്ളി നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേട്ടാ. ചേട്ടാ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം, അമ്മയ്ക്ക് പിണ്ടാളം വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ പഴങ്കഞ്ഞിന്നൊരു മോചനം കിട്ടണം, ബിരിയാണിയൊക്കെ തിന്നണം കേട്ടോ. കരയാതെ കരയാതെ കരഞ്ഞിട്ടിന് കാര്യമില്ല, ഞാൻ പോവാ പുള്ളിയുടെ കൂടെ. മനസാക്ഷിവനോട് സ്വന്തം ഭർത്താവിനോട് ഇത്രയും നാളെ നിന്നെ കൊണ്ട് നടന്നതല്ലേ? എന്തിന്? എന്റെ പൈസക്ക് വേണ്ടിട്ട്. സമയം കളയല്ലേ? എനിക്ക് താല്പര്യമില്ല ചേട്ടാ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ചേട്ടാ. മംഗളം നേരുന്നു ഞാൻ മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ. സാറേ കൈങ്ങിയാ സാറേ. സാറല്ല ചേട്ടൻ. സാറിന്റെ കരാറെന്ത് വരുന്നു? 1 മണിക്കൂർ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഇപ്പൊ 1 മണിക്കൂർ ആയില്ലേ, ബാക്കി 50,000 രൂപ എടുത്താ എന്റെ ജോലി തീർന്നു. അല്ല എന്റെ കൂടെ അപ്പൊ ഇറങ്ങി വരുമ്പോ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് വരുന്നു പറഞ്ഞത്? നിങ്ങളുടെ ഒരു കാമുകിയായിട്ട് ഞാൻ അഭിനയിക്കണം. ഞാൻ എന്റെ ഭർത്താവിനെ കുട്ടികളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നതായിട്ട് അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിനയം? അഭിനയിച്ചാണോ? പിന്നെ ചേട്ടൻ എന്താ വിചാരിച്ചത്? എന്റെ ചേട്ടൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോകാനായിട്ട്? ഇതൊക്കെ എന്റെ ഒരു അഭിനയം അല്ലായിരുന്നു. അപ്പൊ ഇത്ര നേരം എന്റെ കൂടെ ഇറങ്ങി വരും ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ ആയിരുന്നോ? അതെന്റെ വെറും അഭിനയം. അപ്പൊ ഇതെന്റെ റിയൽ ലൈഫ്. ആണ്ടടാ